അങ്ങനെ നോറ തിരിച്ചു കയറിയിരിക്കുകയാണ്. പുതുമഴയായി വന്നു, എല്ലാവരുടെയും പുതുമഴയൊക്കെ പോയി വിഷമത്തിലായിട്ടുണ്ട്. നോറ പറയണം, ആകെ ജിൻഡോ മാത്രമുണ്ട് ഞാൻ വന്നതിൽ സന്തോഷം, ബാക്കി ആർക്കും ഇല്ല. ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ അവരുടെ മണി ബാഗിന്റെ പ്ലാനിങ്ങും കൂടെ കേൾപ്പിച്ചിട്ട് അകത്തേക്ക് വിട്ടതാണ്. അതിൽ നാളെ എന്തെങ്കിലും നോറയ്ക്ക് ട്വിസ്റ്റ് വരുത്താൻ കഴിയുമെന്ന് കുറച്ച് പേര് കമന്റ് ബോക്സിൽ പറയുന്നു. മണി ബാഗ് നോറ എടുത്തിരിക്കും, നിങ്ങൾക്ക് പന്ത് അത് അതിന്റെ ആവശ്യമൊന്നും അവക്കില്ല. മണി ബാഗ് എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ റിലേറ്റഡ് ടാസ്ക് ആണത്. നമ്മൾ ഒരു വിന്നർ അല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ കളിച്ച്, ഇവിടെ നിന്ന്, ഇവിടെ കഷ്ടപ്പെട്ട്, ഇവിടെ ടാസ്ക് കളിച്ച്, മൈൻഡ് ഗെയിം കളിച്ച്, മറ്റുള്ളവരെ പിന്തള്ളി നമ്മൾ മുന്നോട്ട് വന്നിട്ട് നമുക്ക് വിന്നറാകും ആകില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണി ബോക്സ് എടുത്തുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മണി ബോക്സ് എടുക്കാതെ പോയി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ അത് കാര്യം നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് ആ മണി ബോക്സ് കേട്ടോ. അല്ലാതെ അതിനെ പുച്ഛിച്ച് കളയേണ്ട ഒരാവശ്യവുമില്ല. അത് നോറ എടുത്താലോ ഋഷി എടുത്താലും എല്ലാം വളരെ നല്ലതായിരിക്കും. കാര്യം അവരവിടെ നിൽക്കുന്നതിന് അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക, അവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണത്. അവർ ആ ഗെയിമിൻ്റെ സമ്മാനമാണ്, അവർ ആ ഗെയിം കളിച്ചതിൻ്റെ സമ്മാനമാണ്. അതിന് വേറെ ഒന്നും വിചാരിക്കേണ്ട. അങ്ങനെ വിചാരിക്കുന്നത് മണി എടുക്കുന്നത് പുച്ഛമാണോ, അങ്ങനെ വിചാരിക്കരുത് പ്രേക്ഷകരെ, അങ്ങനെ അല്ല, അങ്ങനെ വിചാരിക്കരുത്. പിന്നെ നോറയുടെ ഇഷ്ടമാണ് മണി എടുക്കണോ വേണ്ടേ എന്നുള്ളത്. അത് അവരവർ കാണുന്ന രീതി, അവരവർ ഗെയിം കാണുന്ന രീതിയിലാണ് നമ്മൾ പൈസ പണപ്പെട്ടി എടുക്കേണ്ടത്. പക്ഷേ ആരും എടുക്കണ്ട, നോറ പണപ്പെട്ടി എടുക്കണ്ട, നിങ്ങൾക്കിപ്പോൾ എന്ത്, അങ്ങനെയല്ല. നോറ എടുക്കണം, ഋഷി എടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം. ബോട്ടമിൽ നിൽക്കുന്ന ആൾക്കാർ എടുക്കണം. അത് ഗെയിമാണ്, അത് എടുത്താൽ അത് ഗെയിം വിജയിച്ചു എന്നാണ് പറയുന്നത്. അല്ലാണ്ട് പണപ്പെട്ടി അവിടെ ഇട്ടിട്ട് വന്നാൽ മതി, ആർക്ക് വേണം പണപ്പെട്ടി, ഔട്ടായാലും കുഴപ്പമില്ല, പണമൊന്നും അല്ല നമുക്ക് വേണ്ടത്, അങ്ങനെ പറയരുത്. ഒരു മണി ഗെയിമും കൂടി ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരുപാട് പേര് ബിഗ് ബോസ് ചരിത്രത്തിൽ മണി ബാഗ് തൂക്കി സൂപ്പർ ഗെയിം കളിച്ചിട്ടുണ്ട്. നമ്മളത് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യണം. നമ്മൾ അവിടെ എത്തത്തില്ല, നമ്മളപ്പോൾ അത് എടുത്തുകൊണ്ട് പോകുന്നതാണ് ബുദ്ധിപരം. കാര്യം അത് എടുക്കാതെ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെയും നമ്മളത് കളിച്ചില്ല, അത് കളിക്കണം നമ്മൾ. അതാണ് ഞാൻ പറഞ്ഞത്, വേറൊന്നുമല്ല. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ മണി ബാഗ് ആരെടുക്കും? സായി സിജോ ടോപ്പ് 2 നിൽക്കുകയാണ്. അവരെടുക്കും തോന്നുന്നില്ല, എനിക്കറിയത്തില്ല കേട്ടോ. അവരുടെ ഇതിൽ അവർ ടോപ്പ് 2 നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മനസ്സിൽ. അഭിഷേക് എടുക്കൂല എന്ന് പറഞ്ഞ്, പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ നടക്കാൻ പോണ. നാളെ ഈ ലൈവിൽ നടന്ന കാര്യങ്ങളാണ്. ഋഷിയും നോറയ്ക്കും, നോറ പറയാണ് എനിക്കിതിനൊന്നും വാല്യൂ കാണുന്നില്ല, കാര്യം പൈസയ്ക്കല്ല വാല്യൂ, ഇവിടെ ഈ പ്ലാറ്റ്ഫോമിനാണ്, ടൈറ്റിലിനാണ് വാല്യൂ. ഒരിക്കലുമില്ല, ടൈറ്റിലിന് വാല്യൂ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുക. നിങ്ങളുടെ വിയർപ്പിൻ്റെ വിലയാണ് ആ പൈസ, അല്ലാതെ വെറുതെ തരുന്നതല്ല. നിങ്ങൾക്ക് നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നതിന് ഓരോരുത്തർക്കും അവിടെ ഓരോരുത്തരും അവിടെ പൈസയ്ക്കല്ലേ നിൽക്കുന്നത്. പിന്നല്ലാണ്ട് എല്ലാവർക്കും നിശ്ചിത തുക ഓരോ ദിവസം കൊടുക്കുന്നുണ്ട്, അവരൊക്കെ പെയ്ഡാണ് എല്ലാവരും. അപ്പം പിന്നെ ഇത് എക്സ്ട്രാ കിട്ടുന്നത് നല്ലതല്ലേ, അല്ലേ? അപ്പം ഋഷിക്കും നോറയ്ക്കും ഋഷിയുടെ കാര്യം അറിയില്ല, അഭിഷേക് എടുക്കില്ല എന്ന് പറഞ്ഞു. ജാസ്മിനും ജിൻഡോയുടെ കാര്യം വ്യക്തമല്ല. അർജുൻ്റെ കാര്യം വ്യക്തമല്ല. ശ്രീധുവിൻ്റെ കാര്യം അവിടെ ആ കുട്ടി ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല, വ്യക്തമല്ല. അപ്പോൾ ഇവിടെ നോറ നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ ഇരുന്നിട്ട് കാണുകയാണ്. എനിക്ക് കേൾക്കേണ്ട ബിഗ് ബോസ്, കാര്യം മണി ബോക്സ് ആണ് ഇവർ, എനിക്ക് താല്പര്യമില്ല. പൈസ എപ്പോഴും ഈ ഡിസ്കഷൻ തന്നെ, നമുക്കും അതേ പറയാനുള്ളൂ. മണി ബോക്സ് ഒരു മാസം പ്ലാൻ ചെയ്ത് അതിനകത്തിരുന്ന് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ചെയ്ത ആദ്യത്തെ ബിഗ് ബോസ് സീസൺ ഞാൻ കണ്ടതിൽ ആദ്യത്തെ ബിഗ് ബോസ് സീസൺ ഇതാണ്. മലയാളം ഏത് ലാംഗ്വേജിലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇരുന്ന് മണി ബോക്സ് ഡിസ്കസ് ചെയ്യുന്നത്, ഒരിടത്തും കണ്ടിട്ടില്ല. കാര്യം അതൊരു വലിയ ട്വിസ്റ്റാണ്, അതൊരു ഗെയിം ടാസ്ക് ആയിട്ട് അപ്പം ചെയ്യേണ്ടതാണ്, അല്ലാണ്ട് ഒരു മാസം ഇരുന്ന് പ്ലാൻ ചെയ്തിട്ടല്ല മണി ബോക്സ് എടുക്കേണ്ടത്. അപ്പം നോറയ്ക്ക് 5 മിനിറ്റ് കേട്ടപ്പോൾ വിഷമം, നമ്മൾ ഒരു മാസമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുക അവരുടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും. അപ്പോൾ അതിനകത്ത് നോറ പറയുന്നത് ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ടൈറ്റിൽ വിന്നർ ആയാൽ മതി ബിഗ് ബോസ്, ഇവർക്ക് പൈസ കൊടുത്തേക്കൂ, അങ്ങനെ പറയാം. നോറയ്ക്ക് അങ്ങനെ വാല്യൂ ഇല്ല, അത് നോറയുടെ ഇഷ്ടം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഋഷി അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയണം നന്ദന ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അഭിഷേക് ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല, എന്തായാലും മണി ബാഗിൽ ഞാൻ തിരിഞ്ഞു നോക്കില്ല, നന്ദനയ്ക്ക് എടുക്കായിരുന്നു നിങ്ങൾക്ക് ഋഷി പറയുന്നുണ്ട്. അപ്പം നോറയ്ക്ക് ലെറ്ററും ആ പ്രേതത്തിൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അയ്യോ എനിക്കിപ്പോൾ പോകണ്ട ബിഗ് ബോസ്, 3-4 ദിവസം ഇരുന്ന് ഇവന്മാരുടെ സകല കളികളും കണ്ടിട്ട് വേണം പോകാൻ, എനിക്കിപ്പോൾ പോകണ്ട, ഇല്ല ഇപ്പോൾ പോയേ പറ്റുള്ളൂ, മക്കൾ കയറും എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അകത്തേക്ക് കയറ്റുകയാണ്. ബിഗ് ബോസ് എന്നെ കാണുമ്പോൾ പ്രേതത്തെ പോലെ ഉണ്ടോ? വ്യത്യാസമൊന്നുമില്ല, മുടി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഇട്ടാൽ മതി, കറക്റ്റ് ആവും. ആണോ, എന്നാൽ ഞാൻ കയറുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഗാർഡൻ ഏരിയയിൽ പാട്ടിടും, അപ്പം കയറിക്കോണം. ശരി, മുടിയൊക്കെ മുഖത്തേക്ക് ഇടുന്നു. അപ്പോൾ ഇവിടെ കിച്ചണിൽ ഋഷിയും എല്ലാവരും ഉണ്ട്, ആണുങ്ങളെല്ലാം. എൻ്റെ ദൈവമേ, മഞ്ഞപ്പൊടി ഇല്ല, ഗോതമ്പ് മാവില്ല, ഇത് അരിപ്പൊടി ഇല്ല, ആട്ടമാവും ഇല്ലേ. അപ്പോൾ ഋഷി ആട്ടമാവില്ല, നല്ല ആട്ട് തരും ഞാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പാണ്
പേടിച്ചു പോയേ. പുതുമഴയായി എൻ്റെ അമ്മ ആരാര്. അപ്പൊ ഇവര് നന്ദനേനെ പ്രതീക്ഷിച്ച് ഇവര് സായി എന്നെ നന്ദൂട്ടി എവിടെ എന്നെ നന്ദൂട്ടി. അപ്പോൾ ഉടനെ തന്നെ അവിടെ നിന്ന് നോറ വരുന്നുണ്ട്. ഓ ആ വെപ്പ് മുടി നോറ ഉറപ്പിച്ച്. അപ്പൊ നോറ അർജുനോടെ പേടിപ്പിക്കുന്നു ജാസ്മിനെ. എടാ പേടിപ്പിക്കാതെടാ. അപ്പൊ നോറ വരുന്നുണ്ട്. നോറ പിന്നെ എണീറ്റ് വാടി. നോറ അവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കണം. എന്റെ വെപ്പ് മുടിയും ആ പാൻറ് കണ്ടപ്പോഴേ അറിയാം നോറയാന്ന്. ബാ മതി എന്നെ നന്ദൂട്ടി ഇല്ലേ, നന്ദൂട്ടി എവിടെ കൂടെ വരും, നന്ദൂട്ടി ഏട്ടൻ്റെ ഇവിടെ കാത്തിരിക്കണം നന്ദൂട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ആക്ച്വലി നോറയാണ് വരുന്നതെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ നന്ദനി വരുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ചുമ്മാ ഒരു ഗസ് അടിച്ചാൽ കോളല്ലേ. അപ്പം നോറ കുഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്നെ വെപ്പും കൂടിയൊക്കെ മനസ്സിലായി. അത് കഴിഞ്ഞ് അഭിഷേക് ഭാഗ്യം ഫുഡ് ഉണ്ടാക്കാൻ ഒരാളായി. എങ്ങനെ ചായ ഇടുന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ വിഷമമൊക്കെ അവർ ഉള്ളിൽ ഒതുക്കുകയാണ് കേട്ടോ. അങ്ങനെ സിജോ മോൺസ്റ്റർ പോയെന്നൊക്കെ ആശ്വസിച്ചിരിക്കുകയായിരുന്നു. നോറ എൻ്റെ ജ്യൂസൊക്കെ തന്നു വിട് ബിഗ് ബോസ്, ഞാൻ അവിടെ ഇരുന്നതായിട്ടവരെയൊക്കെ കാണിക്കട്ടെ, എനിക്ക് നല്ല ജ്യൂസൊക്കെ കിട്ടി. അപ്പോൾ ഋഷി നിന്നെ കൊണ്ട് പോയിട്ട് അവരെന്ത് ചെയ്തു? അതൊന്നും അറിയണ്ട ആരും, അങ്ങനെയൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചൊരു 3 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാ. അപ്പോൾ ഋഷി അങ്ങനെയാണെങ്കിൽ നിനക്ക് ഫിനാലയിൽ വന്നാൽ പോരെ. അപ്പം അങ്ങനെയൊന്നുമില്ല, ഇത്രയും കണ്ടതൊക്കെ ധാരാളം, നാളെ ഞാൻ പൊളിച്ചെടുക്കും നോക്കിക്കോ. ഇപ്പോൾ എന്തൊക്കെയോ കണ്ടിരിക്കണം, നമ്മൾ വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്തോ അതിനകത്ത്? ഒന്നും ചെയ്തില്ലല്ല. അപ്പോൾ ജിൻഡോ അയ്യോ നോറ നീ ജിൻഡോ അവിടെ ഇല്ല, ജിൻഡോ കുളിക്കാനെന്തോ പോയി. നോറ നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നടി. ആണ് എന്നാലും ജിൻഡോ ചേട്ടൻ ചിരിക്കുന്നതൊക്കെ കണ്ടായിരുന്നു ഞാൻ. ജിൻഡോ ചേട്ടൻ ഞാൻ കണ്ടായിരുന്നു. അല്ല നീ ഡിസർവിങ് ആടി, നീ പോകാൻ പാടില്ല. ഇപ്പം ജാസ്മിൻ അല്ല എന്തിനായിരിക്കും പിന്നെ ഈ എവിക്ഷൻ നടത്തിയത്? ജാസ്മിൻ ഒട്ടും സംതൃപ്തയല്ല. അപ്പോൾ അഭിഷേകും സിജോയും നീ അവളെക്കുറിച്ച് പറഞ്ഞൊക്കെ കേട്ട് നാളെ തൊട്ട് അവൾ കളിക്കാൻ തുടങ്ങും. പിന്നെ അപ്പം നോറ ഗാർഡൻ ഏരിയയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ സിജോ നോറയെ തിരിച്ചു വിട്ടാൽ നന്ദനേനെ അങ്ങോട്ട് കയറ്റി വിടാമോ ബിഗ് ബോസേ? അപ്പോൾ നോറ എല്ലാവരുടെയും മുഖത്തുള്ള സങ്കടം ഞാൻ കാണുന്നുണ്ട്, തിരിച്ചു പോയിട്ട് കൊടുക്കട്ടെ. അപ്പോൾ സിജോ അപ്പോൾ ബാക്ക് ടു 9 ബാക്ക് ടു 8 എന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ സായി അതൊന്നും കുഴപ്പമില്ല, അടുത്ത ആഴ്ച 2 പേര് പോവും, പിന്നെ ഒരാൾ പോവും, പിന്നെ 2 പേര്, അത്രയല്ലേ ഉള്ളൂ. നോറ നിങ്ങളുടെ ആരുടെയും മുഖത്ത് ഞാൻ സന്തോഷം കണ്ടില്ല. അപ്പോൾ അവരൊക്കെ മനസ്സിൽ പിന്നെ ഒരാൾ തിരിച്ചു വരുമ്പോൾ പിന്നെ ദുഃഖി സന്തോഷിച്ച് ചാടേണ്ടല്ലേ. എടി നീ പോയപ്പോഴും വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ. എന്നാലും അല്ല. അപ്പോൾ ഋഷിയെ അൻസിമ തിരിച്ചു വന്നെങ്കിൽ ഞാൻ സന്തോഷിക്കാം. അപ്പോൾ ജിൻഡോ നീ നല്ല ഗെയിമറാടി, നീ പോവണ്ട. അപ്പോൾ സിജോ നീ ഒരു കണക്ഷനും ഇല്ലാണ്ടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോയത്, നീ വീട്ടിൽ കയറത്തുന്നത് തിരിച്ച്. എനിക്ക് നല്ല കണക്ഷനൊക്കെ ഉണ്ട്. ആര് പറഞ്ഞു എനിക്ക് കണക്ഷൻ ഇല്ലെന്ന്? എനിക്ക് നല്ല കണക്ഷനൊക്കെ ഉണ്ട്. വീട്ടിൽ കയറിയാൽ ഞാൻ വിഷമിക്കും, കരയും. അതുകൊണ്ട് അല്ല, നീ പ്രത്യേകിച്ചൊന്നും നമ്മളോടൊന്നും വലിയ കണക്ഷനൊന്നും ഇല്ലാണ്ടല്ലേ നീ ഇറങ്ങിപ്പോയത്. അപ്പോൾ നീ തിരിച്ചു വരും, നീ നോക്കിക്കോ, പൂർവാധിക ശക്തിയോടെ നോറ കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും നാളെ ഭയങ്കര ട്വിസ്റ്റുകൾ നടക്കും കേട്ടോ. നോറ എടുക്കൂല, നോറ മണി ബോക്സ് എടുക്കില്ല, ഉറപ്പാണ്. എനിക്ക് എടുക്കത്തില്ല, ചിലപ്പോൾ പറയാൻ പറ്റില്ലടാ, എടുക്കത്തില്ല. പക്ഷെ പുള്ളിക്കാരി ഇരുന്ന് ഈ വാല്യൂ ഒക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല, കുറച്ചൊരു എന്താ പറയേണ്ടത്, ഞാൻ പണത്തിനൊന്നും അല്ല എനിക്ക് ഇമ്പോർട്ടൻസ്, എനിക്ക് ഈ സ്റ്റേജിനാണ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ എടുക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ഋഷിക്കും എല്ലാവർക്കും പണം ആവശ്യമുണ്ടടാ. സായിക്ക് ടോപ്പ് 2 ആണ്. സായി ടോപ്പ് 2 പ്രതീക്ഷിക്കുന്നുണ്ട്. എടുക്കണോ വേണ്ടയോ? ഇത് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വിന്നർ പദവി പോകുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനാണ് സായിക്ക്. സിജോയും ടോപ്പ് 5 വരാൻ വേണ്ടി നിൽക്കുകയാണ്. അഭിഷേകിനെ മാത്രമേ എനിക്കൊരു ഡൗട്ടുള്ളൂ, സത്യം പറയാം. അർജുൻ പോകത്തില്ല, ശ്രീതു എടുക്കാൻ പോണില്ല, ജാസ്മിനും എടുക്കൂല, ജിൻഡോയും എടുക്കൂല. അപ്പോൾ പിന്നെ ആരും എടുക്കൂലേ? ബിഗ് ബോസിന് കോള്. അപ്പോൾ എന്തായിരുന്നാലും അത് കഴിഞ്ഞ ഉടനെ 2 എണ്ണത്തിനെ പറഞ്ഞും വിടും, മിഡ് വീക്ക് എവിഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായിരുന്നാലും കഴിഞ്ഞ സീസൺ 4 കണ്ടില്ലേ, സൂരജ് എടുക്കാതിരുന്നത് ഭയങ്കര മണ്ടത്തരമായി. 10 ലക്ഷം കൊണ്ടുവച്ച് മണ്ടത്തരമായില്ലേ? 10 ലക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിന് ഇത് കാണിക്കരുത്. ഞാനിങ്ങനെ ഇത് പറയണമല്ല കേട്ടോ, പൈസ എല്ലാവർക്കും ആവശ്യമാണ്. നമ്മളിവിടെ നിന്നതിൻ്റെ കൂലിയാണ് നമുക്ക് പൈസ. നമ്മൾ ജോലിയാണ് ചെയ്യുന്നത്, എൻ്റർടൈൻ ചെയ്യിക്കുകയാണ്. ഇപ്പം ഞാനിവിടെ ഇരുന്ന് എൻ്റെ ഉറക്കവും കളഞ്ഞ് എൻ്റെ ഊണും ഇതും കഴിഞ്ഞ് നിങ്ങളോട് വർത്താനം പറഞ്ഞ് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നതിൽ എനിക്ക് യൂട്യൂബ് പൈസ തരുന്നുണ്ട്, റവന്യൂ. അതാണ് എൻ്റെ ഇത്. അല്ലടോ എന്നാൽ പിന്നെ എനിക്ക് വേറെ പണിയില്ലേ? ഇവിടെ ഉള്ളവരെല്ലാം യൂട്യൂബുകാർക്കൊക്കെ വേറെ പണിയില്ലേ? ഒക്കെ റവന്യൂ കിട്ടുന്നുണ്ട്, അതിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. സോ റവന്യൂ അതിന് വിലയുണ്ട്. എൻ്റർടൈൻമെൻറ്റ് ചെയ്യുകയാണ്, നമ്മൾ കാണുകയാണ്, രസിക്കുകയാണ്. അപ്പോൾ അവർക്ക് ലാലേട്ടന് പൈസ ഇല്ല, പിന്നെ ലാലേട്ടൻ വെറുതെ ഒന്നിക്കോ, എനിക്ക് ബിഗ് ബോസ് ഹോസ്റ്റ് ആവാൻ വെറുതെ ഒരു താല്പര്യം, പൈസയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ? എന്തുവാടേ? അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു മൂല്യമുണ്ട്. പക്ഷെ ചിലവർക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ ഇവരൊന്നും എടുക്കുമെന്ന് തോന്നണില്ല കേട്ടോ. മിക്കവാറും ബിഗ് ബോസ് ഈ മണ്ടന്മാരെ കൊണ്ട് ഒരു ഇതുമില്ല. പക്ഷേ എല്ലാവർക്കും എടുക്കാം കേട്ടോ, എല്ലാവർക്കും എടുക്കാം. ആരെടുത്തിട്ട് പോയാലും വെൽ പ്ലേ എന്നേ ഞാൻ പറയുള്ളൂ, വെൽ പ്ലേ. ജിൻഡോയും ജാസ്മിനും ഇപ്പം തൽക്കാലം വേണ്ട. അതിന് പോളിൽ അവർ ലീഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും എടുത്താലും വെൽ പ്ലേ തന്നെയാണ്, വെൽ പ്ലേ. ഓക്കെ, നല്ലത് തന്നെയാണ്, മോശം ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അടുത്ത നിങ്ങൾ പറയൂ, ആർക്ക് വേണമെങ്കിലും എടുത്തൂടെ? ആർക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനതിനെ മോശമായിട്ടൊന്ന് താഴെ കമൻറ്റ് ബോക്സ് നിങ്ങൾ ആരാ പറയാനൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നു. എനിക്ക് പറഞ്ഞൂടെ ഇതെന്ത് കൊള്ളാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാമെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.